Hi all, once coaching in the electrical and electronics measurement first class like ellarkum swagatham. നമ്മൾ ഇന്ന് electrical and electronics measurement subject ന്റെ first class ആണ്, introductory class ആണ്. ഇതിൽ basic introduction, ഈ സബ്ജക്റ്റിന്റെ ഒരു basic introduction, ഗേറ്റിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പയർ ചെയ്യാൻ നോക്കുന്നത്. So electrical and electronic measurement, we will be dealing with both electrical measurement as well as electronic measurement. So ഈ സബ്ജക്റ്റിൽ നമ്മൾ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ആ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അതുകൂടാതെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോണിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഡ്യൂറിങ് ദിസ് ഇൻട്രോഡക്ടറി ക്ലാസ് വിൽ ബി സീയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സബ്ജക്റ്റ് ഫോർ ദ ഗേറ്റ്. ഗേറ്റിൻ്റെ എക്സാമിന് ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ വരാൻ പോകുന്നത്, ആ രീതിയിലുള്ള ഒരു ഇൻട്രോഡക്ടറി ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഈസി ആസ് വെൽ ആസ് സ്കോറിംഗ് സബ്ജക്റ്റ് for GATE and other competitive examination. Okay, electrical and electronics measurement എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ്, it is one of the scoring subject, easy and scoring subject for the GATE examination. Electrical and electronics measurement, it is actually dealing with various types of methodologies, procedures for measurements by means of electric and electronic technologies. Okay, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് മെത്തഡോളജീസ്, ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സിൻ്റെയും മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയസ് ടൈപ്സ് ഓഫ് മെത്തഡോളജീസ്, അതിനെ പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ബൈ മീൻസ് ഓഫ് ദിസ് electrical and electronic various types of technologies. Now we are actually targeting, or also our target is to design, implement, characterize and calibrate. Okay, we will be also targeted to study the design, implementation, characterization, calibration and testing of the measurement systems. Okay, so overall ഏകദേശം എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്, ഈ സബ്ജക്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആക്ച്വലി ഡീൽ ചെയ്യുന്നത് വിൽ ബി സ്റ്റഡിങ് റിഗാർഡിംഗ് വേരിയസ് മെത്തഡോളജീസ്, procedures for the measurement of electrical and electronic technologies. Also our target is to design, implement and characterize, also to calibrate various types of electrical measurement, electrical as well as electronic measurement systems. Now നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും, ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, വോൾട്ടേജ്, കറണ്ട്, ഏത് പാരാമീറ്റർ ആണെങ്കിലും വി ഷുഡ് നോ വാട്ട് ഈസ് മെഷർമെൻറ്റ്. എന്താണ് മെഷർമെൻറ്റ് എന്നുള്ള ടേം നമുക്ക് ക്ലിയർ ആയിരിക്കണം. സോ മെഷർമെൻറ്റ്, വാട്ട് ഡു യു മീൻ ബൈ മെഷർമെൻറ്റ്? മെഷർമെൻറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി എ റിസൾട്ട് ഓഫ് comparison. Okay, measurement is a result of comparison of an unknown quantity, എന്താ unknown quantity എന്ന് പറഞ്ഞാൽ the quantity which is to be measured. Okay, so measurement means we are actually comparing two quantities തമ്മിലുള്ള comparison ആണ്. അതിൽ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് it is an unknown quantity, and that unknown quantity, it is compared with a predefined standard value. Okay, predefined standard value, and ഇത് കമ്പയർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് it is a numerical value. Okay, and we are expressing this numerical value along with its units. Okay, so measurement, it is a result of comparison of an unknown quantity with a predefined standard value, and its result is expressed as numerical value along with its units. Okay, now basically this measurement you can classify it into two. First one, it is the relative measurement, and second one is the absolute measurement. മെഷർമെൻറ്റ് നമ്മൾ ബേസിക്കായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്.
First one, it is the relative measurement. Second one is the absolute measurement. So first, what do you mean by relative measurement? എന്താണ് relative measurement? Relative measurementൽ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, ഏതൊരു പാരാമീറ്റർ ആണെങ്കിലും യു ആർ ആക്ച്വലി കമ്പയറിങ് ഇറ്റ്. സപ്പോസ് യു ആർ ടേക്കിംഗ് 2 സ്റ്റുഡൻസ്, 2 സ്റ്റുഡൻസ് നമ്മൾ അവരുടെ ഹൈറ്റ് കമ്പയർ ചെയ്യാണ്. നമ്മൾ പറയുന്നത് one person's height is greater than the other or one person's height is less than the other. Okay, so you are not getting any output, numerical ആയിട്ടുള്ള വാല്യൂ ഒന്നും നമ്മൾ കിട്ടുന്നില്ല. ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് one is greater than the other or one is less than the other. So that is a relativity. Okay, so that type of measurements come under relative measurements. Okay, now suppose you are measuring the height of 2 persons and you are concluding that one person is 50 centimeter more than the other. അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്തു. ഒരു ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ഒരു 10 kg ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ. സോ ആ ടൈമിൽ യു ആർ ഗെറ്റിംഗ് എ ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കിട്ടുന്ന കേസാണെന്ത്? അബ്സല്യൂട്ട് മെഷർമെൻറ്റ്. ഓക്കെ, സോ റിലേറ്റീവ് മെഷർമെൻറ്റിൽ യു ആർ ജസ്റ്റ് മേക്കിംഗ് എ comparison, you are making a comparison. But in case of absolute measurement, you are getting a numerical value. Correct ആയിട്ട് ഒരു numerical value നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. Okay, so that is actually the measurement. Okay, so throughout our study of this electrical measurements and electronic measurement, we will be dealing with all these things. Relative measurement, absolute measurement, all these things will be study. Now, what are the requirements? എന്താണ് നമുക്ക് മെഷർമെൻറ്റ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്? ഫസ്റ്റ്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ടെമ്പറേച്ചർ, ഡിസ്പ്ലേസ്മെൻറ്റ്, വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, ഏത് പാരാമീറ്റർ ആണെങ്കിലും in order to measure that quantity, we require an instrument. Okay, the first basic thing is that we need an instrument. ഓക്കെ, ആ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മെഷർമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വി റിക്വയർ ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ക്യാൻ ബി എ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്. ഈ 3 കാറ്റഗറിയിൽ വരുന്ന ഏത് ഒരു ഇൻസ്ട്രുമെൻറ്റും ആവാം. മെക്കാനിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രോണിക്സ് ആവാം. ഓക്കെ, ബട്ട് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് it should be acceptable by the user. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ടൈപ്പ് ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി acceptable by the user. എന്താ acceptable എന്ന് പറഞ്ഞാൽ? acceptable means that instrument should have the capacity. It should have the capacity. Okay, it should have the capacity to measure that parameter. സപ്പോസ് നമ്മളൊരു ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സാധാരണ സ്കെയിൽ. ഓക്കെ, ദാറ്റ് സ്കെയിൽ വെൻ യു ആർ ചൂസിങ് ദാറ്റ് സ്കെയിൽ ഷുഡ് ബി ഏബിൾ ടു മെഷർ ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ acceptability and capacity, both these things are very important while choosing an instrument. Okay, so acceptability and capacity, both these conditions are very, very important while using an instrument. Okay, now the second condition, and the second condition, predefined standard. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു, മെഷർമെൻറ്റ് ഇൻട്രൊഡക്ഷൻ്റെ സ്ലൈഡിൽ കണ്ടു, മെഷർമെൻറ്റ് ഈസ് ആക്ച്വലി എ കമ്പാരിസൺ. ഒരു അൺനോൺ ക്വാണ്ടിറ്റീനെ ഞാനൊരു റെഫറൻസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്താണ്? അൺനോൺ ആണ്. ആ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷേർഡ് ആയിട്ടുള്ള വാല്യൂ, ആ വാല്യൂ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആ റെഫറൻസ് വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. ഓൾവേസ് ദിസ് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് വിൽ ബി അവൈലബിൾ ഇൻ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ യൂണിറ്റ്സ്, ദാറ്റ് ഇസ് SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ള വാല്യൂസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റീനെ we are actually comparing it with a predefined standard. Okay, so this predefined standard should be available. Okay, so this predefined standard, the condition എന്തായിരിക്കണം?
it should be suitable for the measurement. ഇതിൻ്റെ value, it should be suitable for our measurement purpose. Okay, now the last important one is the calibration. Okay, calibration നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ജസ്റ്റ് എ കമ്പാരിസൺ. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന കമ്പാരിസൺ വിത്ത് റെസ്പെക്ട് ടു എ സെറ്റ് ഓഫ് മെഷർ വാല്യൂ. ഓക്കെ, ദാറ്റ് കംസ് അണ്ടർ കാലിബ്രേഷൻ. ഓക്കെ, സോ ഓൾവേസ് ഒരു മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ we should have an instrument which is calibrated. Okay, we should have an instrument which is calibrated. So calibrated instrument is very essential for a perfect measurement. Calibrated instruments are very essential for our measurement. Okay, so calibrated instruments, this is very important. So before you go for any measurement, requirement എന്തൊക്കെ ആയിരിക്കണം? ഇൻസ്ട്രുമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ക്യാൻ ബി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്, വിച്ച് ഈസ് കാലിബ്രേറ്റഡ്. അലോങ് വിത്ത് ഇറ്റ് വി ഷുഡ് ഹാവ് എ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റീനെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നു, then we'll be comparing it with a standard value. Okay, now see the importance of the subject. Electrical and electronic subject, it is one of the major subject which stand along with our EEE papers. EEE ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെഷീൻസിൻ്റെയും പവർ സിസ്റ്റത്തിൻ്റെയും കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് മെഷർമെൻറ്റ്സ്. ഓക്കെ, സോ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 5 to 6 മാർക്സോടുകൂടി 5 to 6 മാർക്സ് ഏത് ഗേറ്റ് പേപ്പർ എടുത്താലും നമുക്ക് ലെസ് ദാൻ 10 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് ഈ പറയുന്ന മെഷർമെൻറ്റ്സിൽ നിന്നും ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൽ നിന്നും ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൽ നിന്നും കമ്പൈൻ ചെയ്തിട്ടാണ് സാധാരണ ഇതിൻ്റെ വരാറുള്ളത്. ഓക്കെ, നൗ ഗേറ്റ് സിലബസിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൻ്റെ സിലബസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് we have to study about the instruments. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. സോ ആ ഇൻസ്ട്രുമെൻറ്റ്സിൽ we have to study the measurement of voltage, current, power, energy and power factor. ഓക്കെ, സോ ആദ്യം എന്താണ് മെഷർമെൻറ്റ്, ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ദെൻ മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ആൻഡ് പവർ ഫാക്ടർ. ഓക്കെ, ദെൻ in order to measure the resistance, inductance, capacitance, അതെല്ലാം വേണ്ടിയിട്ട് we need to study the bridges and potentiometers. സോ മെഷർമെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. ഓക്കെ, ദെൻ എനർജി, പവർ, പവർ ഫാക്ടർ. അലോങ് വിത്ത് ദാറ്റ് വിൽ ബി ഡിസ്കസിങ് റിഗാർഡിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് പാർട്ടിൽ വരുന്ന കേസാണ് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്, മൾട്ടിമീറ്റേഴ്സ്, ഫേസ്, ടൈം, ഫ്രീക്വൻസി മെഷർമെൻറ്റ്, ഈ പാർട്ട്. അതുപോലെ തന്നെ ഓസിലോസ്കോപ്സ്. ഓക്കെ, ഇലക്ട്രോണിക് പാർട്ടിൽ വരുന്നതാണ്. ഈ 2 പാർട്ട് കൂടാതെ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. ഓൾസോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ എറർ അനാലിസിസ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗേറ്റ് സിലബസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ പാർട്ടും ഉണ്ട്, ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൻ്റെ പാർട്ടും ഉണ്ട്. സോ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, പവർ ഫാക്ടർ എക്സെട്ര. Along with that, we will be also discussing regarding measurement of resistance, inductance, capacitance by using various types of bridges. So ഈ bridges എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വീസ്റ്റേൺസ് ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, അതുപോലെയുള്ള പല ടൈപ്പ് ബ്രിഡ്ജസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Along with that, we have to discuss regarding different types of potentiometers also. Now electronics പാർട്ടിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്, മൾട്ടിമീറ്റേഴ്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫേസ്, ടൈം, ഫ്രീക്വൻസി മെഷർമെൻറ്റ്, ഓസിലോസ്കോപ്പ്, ദെൻ എറർ അനാലിസിസ് പാർട്ടും ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സും ഈ സിലബസിലുള്ളതാണ്. നൗ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാണ്. ഫ്രം 2015 to 2022 വരെയുള്ള പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2015 തൊട്ട് 2020 വരെ യു ക്യാൻ സീ ദാറ്റ് എബോവ് 5 ലെസ് ദാൻ ഒരു 15 ഇതാണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
2015 6 മാർക്സിന് 1 മാർക്കും 2 മാർക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2020 ആയപ്പോഴും ഏകദേശം 12 മാർക്സോടുകൂടി 20 പേപ്പേഴ്സിൽ മെഷർമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. 2022 8 മാർക്സ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ഓഫ് 8 മാർക്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 9ലും 18ലും 17ലും ഒക്കെ ഇതാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സോ ഞാനത് ഈ സ്ലൈഡ് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എലോങ് വിത്ത് യുവർ മെഷീൻസ്, പവർ സിസ്റ്റംസ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ആ പേപ്പർ, കോർ പേപ്പറിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പേപ്പറാണ് ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ സി നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ്റ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വൺസിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, തിയറി ക്വസ്റ്റ്യൻസും ഈ ഒരു ഇത് ഗൈഡും ഹാൻഡ് ബുക്കായിട്ട് അവൈലബിൾ ആണ്. ഇത് സഫീഷ്യൻ്റ് ആണ്. എലോങ് വിത്ത് ദിസ് യു ക്യാൻ ഓൾസോ റെഫർ AK ഷോണിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഷോണി you can refer. Then Introduction to Measurement and Instrumentation by AK Ghosh. ഈ ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാം. ഓൾസോ UA ബക്ഷിയുടെ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ 3 ടെക്സ്റ്റ് ബുക്കും നമുക്ക് along with the guide of ones you can refer. Okay, now നമ്മുടെ ഈ ടോപ്പിക്കിൽ, ഈ മെഷർമെൻറ്റ്സിൻ്റെ ടോപ്പിക്സിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൻ്റെ ഈ സബ്ജക്റ്റിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഏതൊരു ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ഉണ്ട്. ഓക്കെ, ആ ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയയാണ് ബ്രിഡ്ജസ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്. ഓക്കെ, ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 2015 ശേഷം 2018 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രിഡ്ജസിൻ്റെ ക്വസ്റ്റ്യൻസും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് 1 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നൗ ദിസ് മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ആൻഡ് പവർ ഫാക്ടർ. ഓക്കെ, ഈ ഏരിയ എന്നെല്ലാം നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും 2017 ക്വസ്റ്റ്യൻ പേപ്പറിലും 16 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട് ആ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നൗ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്, ഈ 2 ടോപ്പിക്കിൽ ഓക്കെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രം 2020 to 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടോപ്പിക് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദെൻ ടൈം ആൻഡ് ഫ്രീക്വൻസി മെഷർമെൻറ്റ്, ഓസിലോസ്കോപ്പിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എറർ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ എറർ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നമുക്ക് 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവൈലബിൾ ആണ്. 1 മാർക്സ് ക്വസ്റ്റ്യൻസ് ഫ്രം 2015 to 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ എറർ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. സോ ദിസ് എൻറ്റയർ സിലബസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൻ്റെ എൻറ്റയർ സിലബസ് we have divided it into 7 chapters. Okay, first unit we will have a basic introduction regarding measurement. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ആൻഡ് പവർ ഫാക്ടർ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ വരുന്ന കാൽക്കുലേഷൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെയും കൺസ്ട്രക്ഷൻ, അതിൻ്റെ തിയറി പാർട്ട് പ്ലസ് പ്രോബ്ലം ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. Second chapter, this is the first chapter. Second chapter, we will be discussing regarding different types of bridges and potentiometer arrangement. So, അതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ട് അത് ബേസ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ തേർഡ് വൺ ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ പാർട്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ fourth one it is the digital voltmeters. Okay, digital voltmeter, fifth chapter time and frequency measurement. Sixth one it is the oscilloscope, and last one is the error analysis part. Okay, so entire syllabus ne we have divided it into 7 chapters. Ee oro chapters ilum throughout we will be discussing regarding different instruments used for measuring different parameters and the construction and the working, അത് ബേസ് ചെയ്തിട്ടുള്ള ഹൗ ടു സോൾവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ,
totally we have divided the entire syllabus into 7 chapters. Okay, so I am concluding the first section on this electrical and electronic measurement. We have a basic idea, ഒരു ബേസിക് ആയിട്ട് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റിൽ, അത് ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, എന്താണ് മെഷർമെൻറ്റ്, പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.